ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര പേരാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിയുള്ളത് എന്ന് ആദ്യമേ എന്നോട് പറയുക. ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എനിക്ക് നോക്കട്ടെ എത്ര പേർക്കാണ് മടിയില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളും നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഒത്തിരി പേർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിനോട് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാ വരുന്നതെങ്കിൽ നിങ്ങളിപ്പോ എന്നെ നോക്കുക. എനിക്കിപ്പോ തീരെ മലയാളം ഒട്ടും അറിയാത്ത ഒരാളായിരുന്നു. ഞാൻ ആദ്യമേ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് മലയാളത്തിൽ എനിക്ക് നല്ല മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ബേസിക്കലി ഞാൻ ഇവിടെ അല്ലാത്തത് കൊണ്ട് മലയാളം സംസാരിക്കാനായിട്ട് എനിക്ക് നല്ല പാടായിരുന്നു. എന്നിട്ടും ഞാൻ അത് പിന്മാറാതെ ഞാനിപ്പോ മലയാളം മോശമായാലും ശരി, ഞാൻ ഓരോരുത്തരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് എന്റെ മലയാളം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയത്. ഇപ്പൊ എനിക്ക് തന്നെ ഫീൽ ആവാറുണ്ട് എന്റെ മലയാളം ഇത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. അതേപോലെ നിങ്ങൾക്കും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അത് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുറത്ത് എങ്ങനെ സംസാരിക്കും, പബ്ലിക്കായിട്ട് എങ്ങനെ സംസാരിക്കും, സോ അവരെന്തോ വിചാരിക്കും എന്നൊക്കെ ഒത്തിരിയും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊന്നും വിചാരിക്കരുത്. നിങ്ങൾ കൂളായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ എന്നും എപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. ഇതൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ് വേണം. അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കോൺഫിഡൻസ് വേണം. അപ്പോൾ ആ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് മിറർ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്റെ എല്ലാ ക്ലാസ്സിലും വീഡിയോസിലും പറയാറുണ്ട് മിറർ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങൾ കണ്ണാടിന്റെ മുന്നിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സമയമില്ല എന്ന് മാത്രം പറയരുത്. പക്ഷെ എന്തായാലും നിങ്ങൾ ഇപ്പൊ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തായാലും നിങ്ങൾ മിററിന്റെ മുന്നിൽ പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ മിററിന്റെ മുന്നിൽ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് 15 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾക്ക് എത്രയാണോ സമയം കിട്ടുക അതുപോലെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന കേസായാലും വണ്ടി ഓടിച്ച് നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ വണ്ടി ഓടിച്ച് നല്ല രീതിയിൽ പഠിക്കുക. അതേപോലെ തന്നെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. കോൺഫിഡൻസ് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചോളാം. ഇപ്പൊ എനിക്ക് എങ്ങനെ മലയാളം പഠിക്കാൻ സാധിച്ചോ അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ഓർത്ത് വെച്ചിട്ട് ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അല്ലാതെ ആരും വന്ന് നമുക്കിടയിൽ വന്ന് പറഞ്ഞു തരത്തില്ല. നിങ്ങളിപ്പോ സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ടോ ഒന്നും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ പഠിക്കണമെങ്കിൽ പ്രാക്ടീസ് തന്നെ ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് ലാംഗ്വേജും പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും മലയാളം പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സംസാരിച്ച് പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് മോശമാണ് അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ മലയാളം പഠിക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എന്റെ ഈ ഒരു ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഓർത്ത് വെച്ചോളാം. മിറർ പ്രാക്ടീസ് ചെയ്യാം. നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും. എല്ലാവരും ഇന്ന്